പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പണമൊഴുക്കിയിട്ട് എങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പലയിടത്തായിട്ട് പല വോട്ടർമാരും നമ്മളോടൊക്കെ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ. പക്ഷേ ഇന്ന് കണ്ട ഏറ്റവും ജനാധിപത്യത്തിൻ്റെ വിരുദ്ധമായ കാഴ്ച എന്ന് പറയുന്നത് പാലക്കാട്ടെ BJPയുടെ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭ സുരേന്ദ്രൻ. അവർ ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായി വിവിധ ഭവനങ്ങൾ സന്ദർശിക്കുകയാണ്. അവർ പോകുന്ന വീടുകളിലെല്ലാം അവരുടെ വാഹനത്തിൽ ഒപ്പം പോകുന്നവരുടെ ഏറ്റവും വിശ്വസ്തയായ സഹായിയായ സഹപ്രവർത്തക, ആ സഹപ്രവർത്തക ഇവർ പോയതിൻ്റെ തൊട്ടു പിന്നാലെ ഈ വീടുകളിൽ പണം കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നിപ്പോൾ പാലക്കാട് കണ്ണാടിയിൽ തെരുവക്കുറിശ്ശിയിൽ ഇങ്ങനെ പണം ശ്രീമതി ശോഭാ സുരേന്ദ്രനോടൊപ്പം പോയ ആളുകൾ വിതരണം ചെയ്യുന്നത് കണ്ട് അവരുടെ പിന്നാലെ പോയി ചോദ്യം ചെയ്യാൻ ശ്രമിച്ച് ആ ദൃശ്യങ്ങൾ പകർത്തിയ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു കുട്ടിയോട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് നിൻ്റെ മുഖം അടിച്ചു പൊളിക്കുമെന്നാണ്. ആ വിഷ്വൽസും തരാം. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വളരെ സോഫ്റ്റ് സ്പോക്കണായി അഭിനയിച്ചുകൊണ്ടിരുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവരുടെ റിയൽ അഗ്രസീവ് ക്യാരക്ടർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കള്ളം പിടികൂടിയ ആളോട് മുഖം അടിച്ചു പൊളിക്കുമെന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നിൽക്കുന്ന സാഹചര്യത്തെ പാലക്കാട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണും. പാലക്കാടിൻ്റെ മണ്ണിൻ്റെ പ്രത്യേകത മതേതരത്വത്തിന് വല്ലാതെ പ്രാധാന്യം കൊടുക്കുന്നൊരു മണ്ണാണ്. പണക്കൊഴുപ്പ് കൊണ്ടോ കോടികൾ മറിച്ചാലോ പാലക്കാട്ട് ആ മതേതര മൂല്യം ഉള്ള മനുഷ്യന്മാരുടെ മനസ്സിനെ പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. പാലക്കാട്ടൊന്ന് വോട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. കൊടുക്കുന്ന പണം അത്രയും വേസ്റ്റ് ആവുകയുള്ളൂ. പിന്നെ ആർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനം കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പാലക്കാട് മതേതര ചേരിക്ക് ജയിക്കാൻ കഴിയൂ. അവിടെ ഈ വർഗീയതയ്ക്ക് പണം മുടക്കിയാലും വർഗീയത ജയിക്കില്ല എന്ന് BJPയുടെ സ്ഥാനാർത്ഥി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ്